ഭാരതം തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാന് ഓടിയൊളിക്കാൻ ഇടമുണ്ടാവില്ലെന്ന് വ്യോമ പ്രതിരോധ മേധാവി. ഓരോ മുഖമൂലയും ഭാരതത്തിന്റെ ആക്രമണ പരിധിയിൽ എന്നും മുന്നറിയിപ്പ്. അതിർത്തി മുതൽ ഏതറ്റം വരെയും ആക്രമണം അഴിച്ചുവിടാൻ കെൽപ്പുണ്ട്. അതിനുള്ള ആയുധശേഖരം ഭാരതത്തിന്റെ പക്കലുണ്ടെന്നും ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഐവൻ ഡെക്കുൻഹ മുന്നറിയിപ്പ് നൽകി. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഡിഫൻസ് അദ്ദേഹം ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഏത് തരത്തിലായിരുന്നു ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ഒപ്പം തന്നെ ഭാരതം ഏത് തരത്തിലായിരുന്നു അതിനെ പ്രതിരോധിച്ചത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഡയറക്ടർ ജനറൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വലിയ രീതിയിലുള്ള ഡ്രോണാക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാൻ 3 തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. അതായത് ആദ്യം വലിയ വീര്യമില്ലാത്ത തരത്തിൽ താഴ്ന്നു പറക്കുന്ന രീതിയിലുള്ള ഡ്രോണുകളായിരുന്നു വളരെ വ്യാപകമായി അയച്ചിരുന്നത്. ഇത് കൂടുതലായി ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റം അത് എവിടെയൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുന്നു, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ആദ്യം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ അയച്ചത്. ഇതിന് പിന്നാലെ ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് പിന്നാലെ തന്നെ വലിയ മാരക പ്രഹരശേഷിയുള്ള വലിയ ഡ്രോണുകൾ അയക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇത് കൃത്യമായി തന്നെ മുൻകൂട്ടി ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഏപ്രിൽ 27, 28, 29 തീയതികളിൽ വലിയ രീതിയിൽ നമ്മുടെ ഈ പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രാക്ടീസുകൾ, ചില പരിശീലനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതായത് പെട്ടെന്ന് ഇത്തരത്തിലൊരു ആക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടി തയ്യാറായതല്ല, മറിച്ച് കരസേനയും അതേപോലെ തന്നെ വ്യോമസേനയും കൂടി പങ്കെടുത്ത പ്രത്യേക ഡ്രില്ല് കഴിഞ്ഞ 3 ദിവസം, ഈ ഏപ്രിൽ 27, 28, 29 3 ദിവസങ്ങളിലായി ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യൂസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. മാത്രമല്ല, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ കൃത്യമായി തന്നെ ഇടപെടാൻ അദ്ദേഹം എടുത്തു പറഞ്ഞത് നമ്മുടെ ആകാശ സംവിധാനത്തെ പറ്റിയാണ്. നമ്മുടെ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച്, അതേപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിൻ്റെ പങ്കോടുകൂടി തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ എയർ ഡിഫൻസിൻ്റെ ഡയറക്ടർ ജനറൽ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്പ്യാർ, ഭാരതം തുനിഞ്ഞിറങ്ങിയ പാകിസ്ഥാന് ഓടിയൊളിക്കാൻ ഇടമുണ്ടാവില്ലെന്ന് വ്യോമ പ്രതിരോധ മേധാവി നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.